മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പള്ളി ഇലാഹിയ ലോ കോളേജിൽ ലീഗൽ എയ്ഡ് സെൽ പ്രവർത്തനം ആരംഭിച്ചു. മുൻ ഹൈക്കോടതി ജഡ്ജി ബാബു മാത്യു പി ജോസഫ് എയ്ഡ് സെല്ലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പള്ളി ഇലാഹിയ ലോ കോളേജിൽ ലീഗൽ എയ്ഡ് സെൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ബാബു മാത്യു പി ജോസഫ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ലീഗൽ എയ്ഡ് സെല്ലിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ലീഗൽ എയ്ഡ് സെല്ലുണ്ടല്ലോ ഈ കോളേജിൻ്റെ, അതിപ്പോൾ നിയമപരമായ ഒരു ചുമതല കൂടിയാണ് ഈ കലാലയത്തെ സംബന്ധിച്ചിടത്തോളം. അപ്രകാരം ഒരു ലീഗൽ എയ്ഡ് സെല്ല് പ്രവർത്തിക്കുകയായിരുന്നു. ഇവിടെ വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ, ഇതുപോലുള്ള സെല്ലുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഭരണഘടനയൊക്കെ ഉണ്ടായ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ ജസ്റ്റിസ് PN ഭഗവതി, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ജഡ്ജിമാരിൽ, മനുഷ്യത്വമുള്ള, നിയമത്തിന് വലിയ കോൺട്രിബ്യൂഷനൊക്കെ നടത്തിയിട്ടുള്ള വലിയ ജഡ്ജായിരുന്നു ജസ്റ്റിസ് PN ഭഗവതി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ടിന് കീഴിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ രാജ്യത്ത് നടത്തുന്നതിന് ആ കമ്മിറ്റി നേതൃത്വം കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു സംസ്ഥാന ലീഗൽ സർവീസസ് കമ്മിറ്റി ഉണ്ടായിരുന്നു. പൊതുജനങ്ങൾക്കും കോളേജിലെ വിദ്യാർത്ഥികൾക്കും നിയമസഹായവും നിയമത്തെക്കുറിച്ചുള്ള അറിവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ലീഗൽ എയ്ഡ് സെൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മതേതരത്വം, ഇന്ത്യൻ ഭരണഘടനയുടെ തത്വങ്ങൾ, പ്രയോഗങ്ങൾ, വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ മുൻ ജഡ്ജി ബാബു മാത്യു പി ജോസഫ് സെമിനാറും നയിച്ചു. നിയമത്തിന് മതമില്ലെന്നും മതനിരപേക്ഷത വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആശയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇലാഹിയ കോളേജ് ചെയർമാൻ KY സാദിഖ് മുഹമ്മദ്, ഇലാഹിയ ട്രസ്റ്റ് വൈസ് ചെയർമാൻ TS റഷീദ്, പ്രിൻസിപ്പൽ സുഭാഷ് G പ്ലാത്തോട്ടം, അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലാഗ്ര V ബാബു തുടങ്ങിയവർ പങ്കെടുത്തു.